ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ ടി വീണ പറയുന്നു. തന്റെ കമ്പനി എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങളിൽ പിതാവിനോ ഭർത്താവിനോ ബന്ധമില്ലെന്നും വീണ വ്യക്തമാക്കുന്നു. CMRL മാസപ്പടി കേസിലെ CBI അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ. വിദ്യാസമ്പന്നയും സംരംഭകയുമായ യുവതിയെ മനഃപൂർവ്വം മാനഹാനി വരുത്താനാണ് പൊതുതാൽപര്യ ഹർജിയെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ്. എക്സാലോജിക്ക് ഒരു ബിനാമി കമ്പനിയല്ലെന്നും കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടുകൾ നടന്നതെന്നും ടി വീണ. CMRL എക്സാലോജിക്ക് ഇടപാട് നിലവിൽ SFIO അന്വേഷിക്കുന്നുണ്ട്. SFIO അന്വേഷിക്കുന്നതിനാൽ CBIക്ക് അന്വേഷിക്കാനാകില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. AKG സെന്ററിലെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയത്. നടപടിക്രമങ്ങളിലെ വീഴ്ച പരിഹരിക്കാനാണ് പിഴ. മാസപ്പടി കേസിലെ CBI അന്വേഷണം എതിർത്ത് നേരത്തെ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകനായ MR അജയനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സത്യവാങ്മൂലത്തിലെ മറ്റു വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും SFIO കേസിൽ മാസപ്പടി ഇടപാടിൽ CBI അന്വേഷണം വേണ്ട, മറ്റൊരു ഏജൻസിയെ അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണയും ഏതാണ്ട് അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയുടെ അടുത്ത നടപടി എപ്പോഴാണ്? ഇത് വിശദമായി വാദം കേൾക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ ഹർജിയിൽ പൊതുതാൽപര്യമില്ല, മറിച്ച് രാഷ്ട്രീയ ആക്രമണം മാത്രമെന്നാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മകൾ വീണയും വ്യക്തമാക്കുന്നത്. വീണ ഇന്ന് മറുപടി സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി തന്നെ ഈ CBI അന്വേഷണത്തെ എതിർക്കുകയും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ചെറുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളെയാണ് പരാതിക്കാരൻ ആശ്രയിച്ചിരിക്കുന്നത്. ഹർജിയുമായി ബന്ധപ്പെട്ട് താനോ എക്സാലോജിക് കമ്പനിയോ അതിന്റെ കക്ഷികളല്ല. അതോടൊപ്പം തന്നെ അതിനാൽ തന്നെ ഈ പൊതുതാൽപര്യ ഹർജി നിലനിൽക്കില്ല എന്ന് വീണ പറയുന്നുണ്ട്. ഈ ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ CBIക്ക് മറ്റൊരു ഏജൻസിക്ക് ഇത് അന്വേഷിക്കുന്നതിൽ നിയമപരമായി സാധ്യതയില്ല എന്ന് വീണ പറയുന്നു. ഒപ്പം 2 വിജിലൻസ് കോടതികളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് 2 വ്യത്യസ്ത ഹർജിക്കാർ പോയിരുന്നു. അന്ന് കോടതികൾ രണ്ടും അത് തള്ളിയിരുന്നു. ഹൈക്കോടതിയിലും ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഹർജി എത്തിയിരുന്നു. അന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകാനാകില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. അതടക്കം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ CBI അന്വേഷണത്തെ പൂർണ്ണമായി തള്ളണമെന്നാണ് വീണ വ്യക്തമാക്കുന്നത്. ഒപ്പം തൻ്റെ കമ്പനി ഒരു ബിനാമി കമ്പനിയല്ല, എക്സാലോജിക്ക് കൃത്യമായ നിയമം പാലിച്ച് കമ്പനി ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. CMRLുമായി ഈ കമ്പനി നടത്തിയിട്ടുള്ള ഇടപാടുകളെല്ലാം വളരെ കൃത്യമായി ഡിജിറ്റൽ രേഖകളൊക്കെ ഉണ്ട്. ആ രേഖകളൊക്കെ SFIO അന്വേഷണത്തിന് മുൻപാകെ നൽകിയിട്ടുണ്ട്. താൻ ആ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുവെന്ന് വീണ പറയുന്നു. ഇതിൽ കേവലം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് ഈ ഹർജിക്ക് പിന്നിലുള്ളത്. പക്ഷേ അങ്ങനെ തൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ പിതാവിനോ ഈ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല. പിന്നീട് തന്നെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ ഹർജി നൽകിയിരിക്കുന്നതെന്നാണ് വീണയുടെ വാദം. ഈ ഹർജിയിന്മേൽ അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. അന്ന് വിശദമായ വാദം ആരംഭിക്കും. വിജയകുമാർ. യെസ്, ഹർജിയിൽ പൊതു താല്പര്യമില്ല, മറിച്ച് രാഷ്ട്രീയ താല്പര്യമാണ് ഹർജിക്കാരന്. മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് ഹർജിക്കാരൻ്റെ ഈ ആവശ്യത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള വിവരങ്ങളാണ് എന്നൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ ടി വീണയും വ്യക്തമാക്കുന്നത്. ഇതിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിലും പറഞ്ഞിരുന്നു. ഹൈക്കോടതി ഇത് വിശദമായി പരിശോധിക്കാൻ പോകുന്നതേയുള്ളൂ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കേരള തീരത്ത് വാൻഹായ് 503 എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടതിന്റെ നിർണായക ദൃശ്യങ്ങൾ 24-ന്. ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിനടുത്ത് അപകടമുണ്ടായ സമയത്ത് കപ്പൽ ജീവനക്കാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നാവികർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് രക്ഷാ ബോട്ടുകളിലേക്ക് മാറുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 24 എക്സ്ക്ലൂസീവ്.
വാൻഹായ് 503 എന്ന കപ്പലിൽ തീപിടുത്തം തുടങ്ങിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തീ നിയന്ത്രിക്കാനാവില്ല എന്നുറപ്പായതോടെ ജീവനക്കാർ രക്ഷപ്പെടുകയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ജീവനക്കാർ രക്ഷാബോട്ടിലേക്ക് മാറി. ഇതിനിടയിൽ മ്യാൻമർ സ്വദേശിയായ ജീവനക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണിത്. കപ്പലിന്റെ ഒരു ഭാഗം കത്തുന്നതും ഒരു ഭാഗത്തു നിന്ന് വലിയ പുക ഉയരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. 22 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 18 പേരാണ് രക്ഷാബോട്ടിൽ കയറി രക്ഷപ്പെട്ടത്. 4 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രക്ഷപ്പെട്ടവരിൽ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേർക്ക് 30% പൊള്ളലേറ്റു. 24 തിരുവനന്തപുരം. അതേസമയം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ദൗത്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തീയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ് മംഗളൂരുവിൽ ചികിത്സയിലായിരുന്ന നാവികരിൽ ഒരാൾ ആശുപത്രി വിട്ടു. കടലിൽ നിന്ന് കത്തുന്ന കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം 3ാം നാളും തുടരുകയാണ്. തീയുടെ തീവ്രത കുറഞ്ഞെങ്കിലും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായില്ല. 3 കപ്പലുകൾ ഇന്നലെ രാത്രിയിൽ നടത്തിയ തീയണയ്ക്കൽ ശ്രമമാണ് ഫലം കണ്ടു തുടങ്ങിയത്. കോസ്റ്റ് ഗാർഡിന്റെ സാമർഥ്, സചേത്, സമുദ്രപ്രഹരി എന്നീ കപ്പലുകൾ ദൗത്യം തുടരുന്നു. കടലിൽ കണ്ടെയ്നറുകൾ പതിച്ചുള്ള പാരിസ്ഥിതിക ആഘാതം ഒഴിവാക്കാൻ പൊല്യൂഷൻ കൺട്രോൾ വെസൽ ദൗത്യം തുടരുന്നുണ്ട്. നാവികസേനയുടെ INS സത്ലജിനെ ദൗത്യമേഖലയിൽ നിന്ന് പിൻവലിച്ചു. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ MSC എൽസ 3യുടെ സർവേ ദൗത്യവുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി. അതേസമയം മംഗളൂരിൽ ചികിത്സയിലുള്ള നാവികരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഒരാൾ ഇന്ന് ആശുപത്രി വിടും. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഇവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. തീയാളുന്ന ചരക്കു കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ അടുത്ത 5 ദിവസം തെക്കുകിഴക്കായി കടലിലൂടെ ഒഴുകി നീങ്ങും. വടകരയ്ക്കും പൊന്നാനിക്കും ഇടയിൽ തീരത്ത് കണ്ടെയ്നറുകൾ അടിയാനാണ് സാധ്യതയെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ 24നോട് പറഞ്ഞു. അപകടകരമായ രാസവസ്തുക്കൾ അടക്കമുള്ള ചരക്കാണ് വാൻഹായ് 503 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. തീപിടുത്തത്തിന് പിന്നാലെ 25 കണ്ടെയ്നറെങ്കിലും കടലിലേക്ക് പതിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ചെരിഞ്ഞ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പിന്നെയും വീണതായി കോസ്റ്റ് ഗാർഡും പറയുന്നു. കണ്ടെയ്നറുകളുടെ സഞ്ചാരപാതയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിവരം നൽകുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിലൂടെയാണ്. നെക്സ്റ്റ് 5 ഡേയ്സ്, അടുത്ത 5 ദിവസങ്ങളിൽ നമ്മൾക്ക് ഇത് പാരലലായിട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ 5 ദിവസം കഴിഞ്ഞിട്ട് അത് വടകരയും പൊന്നാനിക്കും ഇടയിലാണ് കൂടുതൽ കണ്ടെയ്നേഴ്സ് അടിയാനുള്ള സാധ്യത. ഇന്നത്തെ സ്ഥിതി വെച്ച്, അതായത് ഇന്നത്തെ സമുദ്രസ്ഥിതി വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓയിൽ ചോർച്ച ഉണ്ടായെന്ന പ്രചാരണം തെറ്റാണ്. അമിത ആശങ്ക വേണ്ട. ഈ ഓയിൽ സ്പില്ല്, ഇതുവരെ ഓയിൽ സ്പില്ല് അവിടെ ആ സ്ഥലത്ത് സംഭവിച്ചതായിട്ട് നമ്മൾക്ക് വിവരമില്ല. സാറ്റലൈറ്റ് ഡാറ്റയിൽ നമ്മൾ അത് കാണുന്നില്ല. അത് കൂടുതലും നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വസ്തുക്കൾ, അതായത് കണ്ടെയ്നേഴ്സ് അടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും കൂടുതലും ഓയിൽ സ്പിൽ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനം കൊണ്ട് അവിടെ തന്നെ ഈ ഓയിൽ സ്പില്ലിനെ അവർ തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ ഡിസ്പേഴ്സന്റ് ഉപയോഗിച്ച് അത് നശിപ്പിച്ചു കളയും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇൻകോയ്സ് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. സമുദ്ര സാഹചര്യം മാറുന്നതിനാൽ ദിവസവും ബുള്ളറ്റിനുകൾ പുതുക്കും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ആലപ്പുഴ ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിൽ റാഗിംഗ് എന്ന് പരാതി. 8ാം ക്ലാസ്സുകാരനെ +1 വിദ്യാർത്ഥികളായ 6 പേർ ചേർന്ന് മർദ്ദിച്ചു. സംഭവം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിച്ചു. തിങ്കളാഴ്ച രാത്രി സ്കൂൾ ഹോസ്റ്റലിനുള്ളിലായിരുന്നു റാഗിംഗ്. സീനിയർ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയതിനായിരുന്നു മർദ്ദനം. UP വിഭാഗത്തിന്റെ ഹോസ്റ്റലിൽ നിന്ന് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഹോസ്റ്റലിലേക്ക് പുതിയതായി എത്തിയതാണ് വിദ്യാർത്ഥി. അവിടെ 2 ചേട്ടന്മാർ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞ ഉടനെ തന്നെ വേറൊരു ചേട്ടൻ്റെ കാരണത്തടിച്ചു. അവർ ഇങ്ങനെ 2 പേര് വെട്ടിക്കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞതും അവരെന്നെ കാരണത്ത് കുറേ അടിച്ചു, വയറ്റത്ത് പുറത്തൊക്കെ അടിച്ചു. ഹോസ്റ്റൽ റൂമിനുള്ളിൽ മറ്റു വിദ്യാർത്ഥികളും റാഗിങ്ങിന് ഇരയായതായി വിദ്യാർത്ഥി പറയുന്നു. പ്രിൻസിപ്പലിന്റെ ഇടപെടലിൽ ഇവർ പരാതിയിൽ നിന്ന് പിന്മാറിയെന്നും ആരോപണം. മർദ്ദനത്തിൽ അവശനായ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്ന വിദ്യാർത്ഥിയുടെ പിതാവ്.
ഈ സംഭവം ഞാനോ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വൈഫോ ആരും ഇത് സംഭവം അറിഞ്ഞില്ല. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യവും ചെയ്യാം, നേഴ്സിംഗ് എല്ലാം ഉള്ള ആൾക്കാർ എല്ലാം ഉള്ളതാണ്. പക്ഷെ അവരൊന്നും ആ ഭാഗത്ത് വരികയും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നും ചെയ്തിട്ടില്ല. പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് അറിയുന്നതും. എന്നിട്ട് ഞാൻ മോനെ അവിടെ നിന്ന് വിളിച്ച് ഹോസ്പിറ്റലിൽ മാവേലിക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കുകയും മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും ചൈൽഡ് ലൈനെ അറിയിക്കുകയും ഉണ്ടായി. സംഭവം അറിഞ്ഞയുടൻ റാഗിംഗ് ഉൾപ്പെട്ട 6 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. മാതാപിതാക്കളുടെ പരാതിയിൽ മാന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻപും സ്കൂളിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. 24 ആലപ്പുഴ. സംസ്ഥാന കൗൺസിൽ അംഗമായ ES ബിജിമോൾക്ക് വിലക്കേർപ്പെടുത്തി CPI. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനാണ് വിലക്ക്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ സംഭാഷണം ചോർന്നതിൽ നേതാക്കളോട് വിശദീകരണം തേടാനും CPI തീരുമാനിച്ചു. ഏലപ്പാറ മണ്ഡലം സമ്മേളനത്തിലെ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിലാണ് ES ബിജിമോൾക്ക് CPI വിലക്കേർപ്പെടുത്തിയത്. മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തേക്ക് N ജയന്റെ പേരാണ് ജില്ലാ എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചത്. എന്നാൽ ബിജിമോളുടെ ഭർത്താവ് P.K. റജിയുടെ പേരും ഉയർന്നു വന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കം തീർക്കാൻ സമ്മേളന മാർഗരേഖ പ്രകാരം ബിജിമോൾ ഇടപെട്ടില്ലെന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ബിജിമോളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലക്കിയത്. വിലക്ക് വന്നതോടെ 2 ദിവസം മുമ്പ് നടന്ന റാന്നി മണ്ഡലം സമ്മേളനത്തിൽ ഉദ്ഘാടകയായിരുന്ന ES ബിജിമോൾക്ക് പങ്കെടുക്കാനായില്ല. വിലക്കുള്ളതുകൊണ്ട് വരില്ലെന്ന് ബിജിമോൾ തന്നെ സംഘാടകരെ അറിയിക്കുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറിക്കെതിരെ ഉന്നത നേതാക്കൾ തമ്മിൽ നടത്തിയ സംഭാഷണം ചോർന്നതാണ് CPIയിലെ പുതിയ വിവാദം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും തമ്മിലുള്ള സംഭാഷണമാണ് ചോർന്നത്. സംഭാഷണം പൂർണ്ണമായി പുറത്തു വന്നെങ്കിലും താനറിയുന്ന നേതാക്കൾ ഇങ്ങനെയൊന്നും പറയില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആശ്വാസം കൊള്ളുന്നത്. ഞാനറിയുന്ന കമല സദാനന്ദനും എനിക്കറിയാവുന്ന ദിനകരനും അങ്ങനെ പറയാൻ വഴിയില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഇലക്ഷൻ്റെ വലിയ കാര്യം നടക്കുന്നത് വളരെ കൊച്ചു കാര്യം നിങ്ങൾ കേൾപ്പിക്കലേ കാര്യം തെല്ലെത്തി. പുറത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും സംഭാഷണത്തിൽ ഉൾപ്പെട്ട 2 നേതാക്കളോടും വിശദീകരണം തേടാനാണ് CPI നേതൃത്വത്തിന്റെ തീരുമാനം. 22 ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുമ്പ് വിശദീകരണം വാങ്ങും. മറുപടി ചർച്ച ചെയ്ത് നടപടി തീരുമാനിക്കാനാണ് നേതൃതലത്തിലെ ധാരണ. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. നിലമ്പൂരിൽ പോരാട്ടച്ചൂട്. നിലമ്പൂരിൽ വർഗീയ ബന്ധം ആരോപിച്ച് LDF UDF മുന്നണികൾ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെയാണ് LDFന്റെ സ്ഥിതിയെന്ന് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDF. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തുമാണ് നേതാക്കളുടെ പ്രതികരണം. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 5000 വോട്ടെന്നാണ് LDF UDF കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ LDFന്റെ നെറ്റി ചുളിഞ്ഞു. പിന്തുണയെ സ്വാഗതം ചെയ്തും LDFനുള്ള PDP പിന്തുണയെ വിമർശിച്ചും UDF നേതാക്കൾ. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതൊന്നും വിലപ്പോവില്ല. വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ, കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്. അപ്പോൾ ഇതിലൊരു യാതൊരു അത്ഭുതവും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം മുഖമെന്നായിരുന്നു LDFന്റെ വിമർശനം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PDP ബന്ധത്തെ ചൊല്ലി CPMുമായി കൊമ്പുകോർത്ത CPI മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം പതിപ്പായിരിക്കെ അതിനെ PDPയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിൻ്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി UDFനെയും PDPയും അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും LDFനെയും പിന്തുണയ്ക്കുന്നതാണ്
നിലവിൽ നിലമ്പൂരിലെ ചൂടേറിയ രാഷ്ട്രീയ വിഷയം. 24 നിലമ്പൂർ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ വിവാദം. പ്രസ്താവന ഗൗരവതരമെന്ന് കുറ്റപ്പെടുത്തി സമസ്ത AP വിഭാഗം രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു. അല്ലല്ല, അത് CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അതുണ്ടായിരുന്നില്ല. അവര് ആ വാദമൊന്നും അവരില്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. UDF-നുള്ള വെൽഫെയർ പാർട്ടി പിന്തുണയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഈ പ്രതികരണം. ഇതാണ് സമസ്ത AP വിഭാഗത്തെ ചൊടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം ഗൗരവതരമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം. പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാന ആശയത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും റഹ്മത്തുള്ള സഖാഫി പറഞ്ഞു. സ്ഥാപിത കാലം മുതലേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നവരാണ് AP വിഭാഗം. 24 നിലമ്പൂർ. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് നിലമ്പൂർ. മണ്ഡലത്തിൽ 14 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണുള്ളത്. കൊട്ടിക്കലാശത്തിന് രൂപരേഖ തയ്യാറാക്കാൻ നാളെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുമെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം. അവസാന ലാപ്പിൽ പരമാവധി നേതാക്കളെ എത്തിക്കുകയാണ് LDF-ഉം UDF-ഉം NDA-യും. തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായി സജ്ജമെന്ന് ജില്ലാ ഭരണകൂടം. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടാകുമെന്ന് കളക്ടർ VR വിനോദ് പറഞ്ഞു. മണ്ഡലത്തിൽ 14 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 3 വനത്തിനുള്ളിലാണ്. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാളെ തീരുമാനമെന്ന് ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് പറഞ്ഞു. BSF-ന്റെ ഒരു കമ്പനി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്ന സാധ്യത സങ്കല്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. M സ്വരാജിന് വോട്ട് അഭ്യർത്ഥിച്ച് 8 മന്ത്രിമാർ ഇന്ന് മണ്ഡലത്തിലുണ്ട്. UDF-നായി നേതാക്കൾ കുടുംബയോഗങ്ങളിൽ സജീവമാണ്. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ എത്തിക്കാനാണ് NDA ക്യാമ്പിന്റെയും PV അൻവറിന്റെയും ശ്രമം. ടീം 24 നിലമ്പൂർ. ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന ഹിമോൽ ഭദ്രാനന്ദ. പിന്തുണ അറിയിച്ചത് ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞു നടക്കുന്ന വ്യാജനെന്നും ആരോപണം. ഇതിന് പിന്നിൽ BJP ആണോ എന്ന് സംശയിക്കുന്നതായും ഹിമോൽ ഭദ്രാനന്ദ പറഞ്ഞു. കഴിഞ്ഞ ദിവസം CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയ അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സായി സ്വരൂപ്നാഥ് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആലപ്പുഴ ചെന്തിരൂരിൽ വിദ്യാർത്ഥിനിയും റോഡിലെ കുഴിയിൽ വീണു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നിടത്തായിരുന്നു അപകടം. റോഡിലെ വെള്ളക്കെട്ട് മൂലം ഈ കുഴി ദൃശ്യമായിരുന്നില്ല. ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങൾ നൽകും. അശ്വിൻ, ഈ വിഷയത്തിൽ നേരത്തെ പലതവണ ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയോടൊക്കെ അവിടെ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം മഴ പെയ്യുമ്പോഴേക്കും അവിടെ അതിഗുരുതര സാഹചര്യമാണ്. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചത് അശ്വിൻ? വിജയകുമാർ, ഏറെ നാളുകളായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ തുടരുകയാണ്. ഇക്കാലം അത്രയും അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ആരംഭിച്ച് ഇക്കാലം അത്രയുമുള്ള അപകടങ്ങളുടെയും അതിന്റെ മരണങ്ങളുടെയും എണ്ണം എടുത്താൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 41 പേരാണ് ഇതുവരെയുള്ള കണക്കിൽ അവിടെ വിവിധ അപകടങ്ങളിൽ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രം മരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ വിദ്യാർത്ഥിയും ആ കുട്ടിയുടെ ബന്ധുവും കൂടി സ്കൂളിലേക്ക് പോകും വഴി അപകടം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. നടപ്പാതയാണ്. നടപ്പാതയും റോഡും തമ്മിലുള്ള ഒരു കാഴ്ച മറയ്ക്കും. അവിടെ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിന്റെ നടുവിലൂടെയാണ് ആളുകൾ നടക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിയാണ് അവിടെ
പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് കാരണം ദൃശ്യത്തിൽ കണ്ണിൽ പെടാത്ത രീതിയിലുള്ള വലിയൊരു കുഴിയുള്ളത്. ആ കുഴിയിലേക്കാണ് ഈ വിദ്യാർത്ഥി താഴ്ന്നു പോകുന്നത്. അരയോളം വെള്ളമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് കുട്ടിയെ ഉയർത്തി കരയിലേക്ക് എത്തിക്കുന്നത്. എത്രത്തോളം ആഴം അതിനുണ്ട് എന്നുള്ളതാണ്, എത്രത്തോളം വ്യാപ്തിയിലാണ് കുഴി ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമാവുന്നത്. അങ്ങനെ നിരവധി അപകടങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതിലെ ആളുകൾ മാത്രമല്ല, ഈ ബ്ലോക്കുള്ള സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ കൂടി കയറി പോകുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ അറിയാതെയും അറിഞ്ഞുമൊക്കെ ഒരുപാട് അപകടം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ അങ്ങനെയുള്ള ചെറിയ കുഴികളിലൊക്കെ വീഴുന്ന സംഭവം നിരന്തരമായി ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ദൃശ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് പുറം ലോകം അറിയുന്നത്, വാർത്തയാവുന്നതൊക്കെ അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇങ്ങനെയുള്ള അപകടം നിരന്തരമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഹൈക്കോടതി അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടും ആവശ്യമായ ഒരു ഇടപെടലും ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ദേശീയപാതയുടെ ഭാഗമായാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ അപകടം വലിയ പരിക്കുകളില്ലാതെ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളത് ആണ് ആശ്വാസകരം. വിജയകുമാർ. യെസ്, ഇപ്പോൾ അശ്വിൻ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ചില അപൂർവ സംഭവങ്ങൾ മാത്രമേ വാർത്തയാകുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും അവിടെ സമാനമായ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ജീവൻ അപകടത്തിൽപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള വലിയ കുഴികളാണ് അവിടെ ഉള്ളത്. മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം നിറയും. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുമൊക്കെ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് അത്തരം ഒരു ദൃശ്യം പുറത്തു വന്നതുകൊണ്ട് വാർത്തയാകുന്നു. അപ്പോൾ ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി പറഞ്ഞതാണ് മുൻകരുതലുകൾ സ്വീകരിക്കണം, ആളുകൾക്ക് അപകടമുണ്ടാകാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. അവിടെ ഉറപ്പൊക്കെ നൽകിയതാണ് ദേശീയപാത അതോറിറ്റിയും അധികൃതരും ഒക്കെ. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇന്നത്തെ ഈ സംഭവം വ്യക്തമാക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന കല്ലാർകുട്ടി പാമ്പ്ള ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. എറണാകുളം ജില്ലയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇടവിട്ട് ശക്തമായി തുടരുകയാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണു. തീവ്ര മഴ മുന്നറിയിപ്പില്ലാതിരുന്നിട്ടും ഇന്നലെ രാത്രിയിൽ ഇടുക്കിയിൽ പെയ്തത് അതിശക്തമായ മഴയാണ്. മണിക്കൂറുകൾ കൊണ്ട് കല്ലാർകുട്ടി പാമ്പള ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തി. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഒരടി വീതം ഉയർത്തി. മുതിരപ്പുഴയാറിലേക്കാണ് വെള്ളമൊഴുക്കുന്നത്. പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തി പെരിയാറിലേക്കും വെള്ളമൊഴുക്കുന്നു. ഇരുപുഴകളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എറണാകുളം ജില്ലയിൽ ഇടവിട്ടുള്ള കനത്ത മഴ തുടരുകയാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. മഴ ശക്തമായതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ് ലോറി മറിഞ്ഞിരുന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 ഇടുക്കി. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സംരക്ഷണ ഭിത്തി തകർന്നു. മൂന്നാർ പള്ളിവാസലിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം. കോടികൾ മുടക്കി അത്യാധുനിക നിലവാരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. 2 ആഴ്ച മുമ്പ് വ്യാപക മണ്ണിടിച്ചിൽ പ്രദേശത്തുണ്ടായപ്പോൾ ജില്ലാ ഭരണകൂടം പ്രത്യേക സംഘത്തെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. തുടർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. പരിസ്ഥിതി ലോല മേഖലയിലെ മണ്ണിന്റെ ഘടന പരിശോധിക്കാതെ കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ആദ്യം മുതൽ തന്നെ ആരോപണം ഉയർന്നതാണ്. അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് കോൺക്രീറ്റ് റീറ്റെയിനിംഗ് വാളിന്റെ തകർച്ച. ഇതേ സ്ഥലത്ത് ആദ്യം നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. തുടർന്ന് വീണ്ടും നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ ഇടിഞ്ഞത്. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന പ്രധാന പാത ഇതോടെ അപകടാവസ്ഥയിലാണ്. വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ സാധ്യത നിലനിൽക്കെ ഇതുവഴിയുള്ള യാത്ര വീണ്ടും ആശങ്കയാവുകയാണ്. 24 ഇടുക്കി. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ വിമർശനം. ജാമ്യാപേക്ഷയിൽ മറുപടി നൽകുന്നത് വൈകുന്നതിലാണ് കോടതിക്ക് അതൃപ്തി. കേസ് ഡയറി ഹാജരാക്കാൻ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി അടുത്ത ചൊവ്വാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും നൽകിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾ ഒളിവിലെന്നും പോലീസ്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരാണ് സാമ്പത്തിക തിരിമറി തെളിഞ്ഞതോടെ ഒളിവിൽ പോയത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങി. വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും 66 ലക്ഷം രൂപ QR കോഡ് വഴി എത്തിയതായി പോലീസ് കണ്ടെത്തി. ഇത് സംബന്ധിച്ച് മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീടുകളിലെത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയതോടെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു. പണം അക്കൗണ്ടിലെത്തിയെങ്കിലും ഈ പണം എങ്ങനെ ചെലവാക്കിയതെന്ന് കണ്ടെത്തിയിട്ടില്ല.
ഇതിനായി ഇവർക്ക് അക്കൗണ്ടുകളുള്ള ബാങ്കിൽ നേരിട്ടെത്തി ഇന്ന് പോലീസ് പരിശോധന നടത്തും. ഓഡിറ്ററെ ഉപയോഗിച്ച് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കും. ദിയ കൃഷ്ണയുടെ സ്ഥാപനം നികുതി അടച്ചതിനുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. ഇതിനിടെ കൃഷ്ണകുമാറിന് പിന്നാലെ വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. സ്ഥാപനത്തിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെന്നും 69 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നും വനിതാ ജീവനക്കാരുടെ അഭിഭാഷകൻ മുഹമ്മദ് ഉനൈസ് 24-നോട് 10 മാസമായിട്ട് നമ്മൾ എന്തുകൊണ്ട് അവിടുത്തെ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളത് എന്താണ് ഒരു ചോദ്യമാണ്. നമുക്ക് പകുതി പോയിട്ട് ഒരു ഏകദേശം ഒരു 27 ലക്ഷം നമുക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, ട്രാൻസാക്ഷൻ നടന്നു. പക്ഷേ ഈ പൈസ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ ശമ്പളം കഴിഞ്ഞുള്ള പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്, അവരുടെ മൊഴിയിലുണ്ട്. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാർ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. 24 തിരുവനന്തപുരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്ര വീണ്ടും മാറ്റി. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച കണ്ടെത്തതിനെ തുടർന്നാണ് ആക്സിയം 4 ദൗത്യം മാറ്റിയത്. ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 5:30-ാണ് ഇന്ത്യൻ പൗരൻ ശുഭാംശു ശുക്ലയുടെയും മറ്റ് 3 പേരുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 വിക്ഷേപണ ദൗത്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അവസാനവട്ട പരിശോധനയിൽ റോക്കറ്റിന്റെ ബൂസ്റ്ററിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച കണ്ടെത്തുകയായിരുന്നു. ഇന്ധനത്തിന്റെ അതിവേഗ ജ്വലനത്തിനാണ് ലിക്വിഡ് ഓക്സിജൻ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത്. ചോർച്ച തകരാറ് പരിഹരിക്കുന്നതിനായി കൂടുതൽ സമയം ആവശ്യമാണെന്ന് ആക്സിയം സ്പേസും സ്പേസ് എക്സും അറിയിച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനുമാണ് ശുഭാംശു ശുക്ല. ആക്സിയം സ്പേസും ISROയും നാസയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ആക്സിയം 4. റോക്കറ്റിന്റെ മുകളിൽ ഉറപ്പിച്ചിട്ടുള്ള ഡ്രാഗൺ C-213 എന്ന പേടകത്തിലാണ് യാത്രികർ ഇരിക്കുന്നത്. ഇത് 4ാം തവണയാണ് ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി മാറ്റുന്നത്. റിസർച്ച് ഡെസ്ക് 24. അമേരിക്കയിൽ കൈവിലങ്ങണിയിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി ഹരിയാന സ്വദേശിയെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. വിദ്യാർത്ഥി അമേരിക്കയിലെത്തിയത് നിയമവിരുദ്ധമായാണ്. പെരുമാറ്റം യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്തതിനാലാണ് വിലങ്ങണിയിച്ച് കീഴ്പ്പെടുത്തേണ്ടി വന്നത് എന്ന് കോൺസുലേറ്റ് പ്രതികരിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഈ വിദ്യാർത്ഥിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? ഇയാൾ ഇപ്പോഴെവിടെയാണ്? അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്? അയാളുടെ ചികിത്സ, അയാൾ തിരികെ ഇന്ത്യയിലേക്ക് എപ്പോഴെത്തുമെന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? വിജയകുമാർ, ഞായറാഴ്ചയാണ് ഇത് സംബന്ധിച്ചൊരു ദൃശ്യം സംരംഭകനായിട്ടുള്ള കുനാൽ ജയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലീസ് വിലങ്ങണിയിച്ച് കീഴ്പ്പെടുത്തി കിടക്കുന്ന ദൃശ്യമായിരുന്നു. വിദ്യാർത്ഥി കരയുന്നുമുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ ഈ വിദ്യാർത്ഥിയുടെ ഈ ദൃശ്യമല്ലാതെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും കുനാൽ ജെയിൻ പങ്കുവച്ചിരുന്നില്ല. പിന്നീട് അത് വൈറലായതോടെയാണ് അമേരിക്കയിലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടതും അവിടുത്തെ പ്രാദേശിക അധികൃതരോട് ഇക്കാര്യത്തിൽ വിവരം തേടുകയും ചെയ്തത്. ഇതിൻ്റെ ഇപ്പോൾ അമേരിക്ക നൽകുന്ന ഒരു വിശദീകരണം, അതായത് ഇന്ത്യൻ കോൺസുലേറ്റ് അന്വേഷിച്ചതനുസരിച്ച് ഇതൊരു ഹരിയാന സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്ക പറയുന്നതനുസരിച്ചിട്ട് ഈ വിദ്യാർത്ഥിയെ നാടുകടത്താൻ വേണ്ടിയിട്ടാണ് ന്യൂയോർക്ക് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രോപ്പറായിട്ടുള്ള വിസയൊന്നും ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നില്ല. അനധികൃതമായിട്ടാണ് അമേരിക്കയിലേക്ക് പ്രവേശിച്ചത്. ഈ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ വിദ്യാർത്ഥി അവിടെ ബഹളം വെച്ചു. അതുകൊണ്ടാണ് കീഴ്പ്പെടുത്തേണ്ടി വന്നത്. അതിനുശേഷം അവിടുന്ന് ഒരു ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥിയെ മാറ്റി. ഈ ആശുപത്രിയിലാണ് ഈ വിദ്യാർത്ഥി ഇപ്പോഴും തുടരുന്നത്. ആരോഗ്യനില മെച്ചപ്പെട്ടാൽ യാത്ര ചെയ്യാൻ അനുയോജ്യമായ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയാൽ വീണ്ടും വിദ്യാർത്ഥിയെ ഇന്ത്യയിലേക്ക് അയക്കുമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ പരാമർശങ്ങളിൽ മാപ്പ് പറഞ്ഞ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നടത്തിയ ചില പരാമർശങ്ങളിൽ ഖേദിക്കുന്നു, അവ അതിരുകടന്നു എന്നാണ് മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ട്രംപും മസ്കും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റുമുട്ടിയത്. ഇതേ തുടർന്ന് മസ്കിനോട് ഇനി സൗഹൃദത്തിനില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. കോഴിക്കോട് നാദാപുരത്ത് വീട്ടമ്മയ്ക്ക് അശ്ലീല സന്ദേശം അയച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ CPO സുരേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് വിവരങ്ങൾ?
വിജയകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി വീട്ടമ്മ നൽകിയത്. ഇതിനെ തുടർന്ന് ഇന്നലെ കേസെടുത്തു. തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ വടകര റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ CPO സുരേഷിനെതിരെയാണ് ഇപ്പോൾ നടപടി. പരാതിയിൽ പറയുന്നത് നിരന്തരം വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അശ്ലീല സന്ദേശങ്ങൾ അയച്ചു ശല്യപ്പെടുത്തുന്നു എന്നായിരുന്നു ഈ പരാതി. ഇന്നലെയാണ് ഇത്തരമൊരു പരാതി വീട്ടമ്മ നൽകിയത്. വിജയകുമാർ. യെസ്, കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ CPO സുരേഷിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ്. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. MG പ്രതീഷ് ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ നൽകും. പ്രതീഷ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത കുറേ ദിവസങ്ങൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണല്ലോ അല്ലേ? വിജയകുമാർ, സംസ്ഥാനത്ത് വീണ്ടും തീവ്ര മഴ വരുന്നു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്ന കാര്യം. ഇന്ന് രാവിലെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ട് ഒരു ജില്ലകളിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 മണിക്ക് ശേഷം വന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ 4 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ 15-ാം തീയതിയും 14-ാം തീയതിയും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തീവ്ര മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ 14-ാം തീയതി 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ 14-ാം തീയതി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം 15-ാം തീയതി ഞായറാഴ്ച ദിവസം 14 ജില്ലകളിലും തീവ്ര മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇത് പ്രകാരം 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിജയകുമാർ. യെസ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങളാണ് MG പ്രതീഷ് പങ്കുവച്ചത് തിരുവനന്തപുരത്ത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂർ മട്ടന്നൂരിൽ തെരുവുനായ ആക്രമണം, 2 പേർക്ക് കടിയേറ്റു. ഇടപ്പഴശ്ശിയിൽ തെരുവുനായ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. കുട്ടിയെ തെരുവുനായ ഓടിക്കുന്ന ദൃശ്യം 24 ലഭിച്ചു. പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യമാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ആ കുട്ടിയെ തെരുവുനായ കൂട്ടമാണ് ആക്രമിക്കാൻ ഓടിക്കുന്നത്. ഒരു കൂട്ടം തെരുവുനായ്ക്കളാണ് ഒരു കുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി പിന്നാലെ വരുന്നത്. കാണുമ്പോൾ തന്നെ ഭയമാകുന്നു. ഇത് എവിടെ നിന്നുള്ളതാണ് ഈ ദൃശ്യം? ഏതു ഭാഗത്തേതാണ്? വിജയകുമാർ, മട്ടന്നൂർ നഗരത്തിന് സമീപമുള്ള ഇടപ്പഴശ്ശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തലനാരിഴക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഈ തെരുവുനായ കൂട്ടം, ഫാത്തിമ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്, ഫാത്തിമയെ ഓടിച്ചത്. അങ്ങനെ ആ കുട്ടി അതായത് ഓടി വീടിൻ്റെ ഭാഗത്തേക്ക് കയറുകയായിരുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് ആൾക്കാരും കണ്ടു, ആൾക്കാരും ഓടിക്കൂടി. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തെരുവുനായകൾ കൂട്ടത്തോടെ ഈ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മട്ടന്നൂർ നഗരത്തിലും ഇന്നലെയും ഇന്നുമായി 2 പേർക്ക്, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും 2 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മട്ടന്നൂർ നഗരത്തിൽ വെച്ച് തന്നെ തെരുവുനായ ആക്രമിച്ചത്. ഇന്ന് രാവിലെ ആ നഗരത്തിൽ പത്രവിതരണം നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു യുവാവിന് നേരെയും തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവർ 2 പേരും മട്ടന്നൂരിൽ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന പരാതിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇന്നലെയും ഇന്നുമായി നടന്ന സംഭവങ്ങളിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ഈ വിദ്യാർത്ഥി തലനാരിഴക്ക് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നഗരത്തിൽ തന്നെയുള്ള തെരുവുനായ ശല്യം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭ ഉൾപ്പെടെ സ്വീകരിക്കണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വിജയകുമാർ. യെസ്, ഇടപ്പഴശ്ശിയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. തെരുവുനായ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അത് അടുത്ത് ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവർ ബഹളം വെച്ചതുകൊണ്ടാണ് ആ നായ്ക്കൂട്ടം പിരിഞ്ഞു പോയത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അരുൺ പൂപ്പറമ്പ് അത് സൂചിപ്പിക്കുകയായിരുന്നു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറത്തും പാലക്കാട്ടും ജനവാസ മേഖലയിൽ കാട്ടാന.
മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലാണ് ആന വീട്ടുമുറ്റത്തെത്തിയത്. പാലക്കാട് അട്ടപ്പാടിയിലും കാട്ടാനക്കൂട്ടമെത്തി. വയനാട് അതിർത്തിക്ക് സമീപം തമിഴ്നാട് നീലഗിരിയിൽ പുലിയുടെ ആക്രമണത്തിൽ നിന്ന് വളർത്തുനായ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിലമ്പൂർ വൈലാശ്ശേരിയിലും മൂത്തേടം നമ്പൂരിപ്പട്ടിയിലും കാട്ടാന ഇറങ്ങി. വൈലാശ്ശേരിയിലെത്തിയ കാട്ടാനയെ നാട്ടുകാർ ഓടിച്ച് കാട് കയറ്റി. മൂത്തേടം നമ്പൂരിപ്പെട്ടിയിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പൊക്കോട് വനമേഖലയിൽ നിന്നും എത്തിയ ആന വൈലാശ്ശേരി അങ്കനവാടി വഴി റോഡിലൂടെയാണ് പുലർച്ചെ 4 മണിയോടെ എത്തിയത്. ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ പോകുന്ന വഴിയായതിനാൽ കാട്ടാനയെ കണ്ടു. അട്ടപ്പാടി കണ്ടിയൂരിലും കാട്ടാനക്കൂട്ടം എത്തി. ജനവാസ മേഖലയ്ക്ക് സമീപമാണ് ആനകളെ കണ്ടത്. നീലഗിരിയിൽ എരുമാട് പ്രദേശത്താണ് പുലി ഇറങ്ങിയത്. ഏലിയാസ് എന്ന ആളുടെ വീടിന് മുന്നിൽ പുലി എത്തി. പുലി വീട്ടിലുണ്ടായിരുന്ന വളർത്തുനായയുടെ കഴുത്തിൽ പിടിച്ചു. വീട്ടുകാർ ലൈറ്റിട്ടതോടെ പുലി ഓടിപ്പോകുന്ന CCTV ദൃശ്യവും പുറത്തു വന്നു. 24 മലപ്പുറം. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ അടുത്ത മാസം പ്രഖ്യാപിച്ചേക്കും. പാർട്ടി ദേശീയ കൗൺസിൽ യോഗം ജൂലൈ ആദ്യവാരം ചേരുമെന്നാണ് വിവരം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, സുനിൽ ബൻസാൽ, വിനോദ് താവഡെ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. 2020 മുതൽ BJPയുടെ അധ്യക്ഷനായി തുടരുന്ന JP നദ്ദയ്ക്ക് പകരക്കാരനെ ഉടനെ കണ്ടെത്താനാണ് പാർട്ടി തീരുമാനം. പാർട്ടി അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ തന്നെ വൈകി. ഏപ്രിലിൽ അധ്യക്ഷനെ തീരുമാനിക്കാനിരിക്കെയാണ് പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നതും പ്രഖ്യാപനത്തിൽ വീണ്ടും അനിശ്ചിതത്വം നേരിട്ടതും. അടുത്ത മാസം തന്നെ പുതിയ ദേശീയ അധ്യക്ഷനെ നിയോഗിക്കാനുള്ള നടപടികൾ പാർട്ടി നേതൃത്വം ആരംഭിച്ചു. അടുത്ത മാസം ആദ്യവാരം ദേശീയ കൗൺസിൽ യോഗം ചേരുമെന്നാണ് വിവരം. യോഗത്തിൽ പുതിയ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, സുനിൽ ബൻസാൽ, വിനോദ് താവഡെ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ മുഖമാണ് പരിഗണിക്കുന്നതെങ്കിൽ ശോഭ കരന്ദലാജെയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന സമ്മർദ്ദവും RSS ചെലുത്തുന്നതായാണ് വിവരം. നിലവിലെ സംഘടനാ സാഹചര്യങ്ങൾ പരിശോധിച്ചായിരിക്കും അധ്യക്ഷനെ പ്രഖ്യാപിക്കുക. യുവ നേതാക്കളായ തേജസ്വി സൂര്യയ്ക്കും K. അണ്ണാമലയ്ക്കും ദേശീയതലത്തിൽ പ്രധാന പദവികൾ ലഭിച്ചേക്കും. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവ ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും. R. അച്യുതൻ, 24 ഡൽഹി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി PK കുഞ്ഞനന്ദന് നീതി കിട്ടിയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കുഞ്ഞനന്ദനെ ഇല്ലാതാക്കിയത് ഭരണകൂട താൽപര്യവും ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവവുമാണെന്ന് EP ജയരാജൻ കുറ്റപ്പെടുത്തി. കുഞ്ഞനന്ദൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്നും പാനൂർ പാറാട് CPM സംഘടിപ്പിച്ച കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിൽ EP ജയരാജൻ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ 13ാം പ്രതിയായിരുന്ന PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് മരിച്ചത്. കുഞ്ഞനന്ദന്റെ 5ാം ചരമവാർഷിക ദിനമായിരുന്നു ഇന്ന്. വർഗീയ ശക്തികൾ, മറ്റ് ഭിന്നിലിപ്പ ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് സഖാവ് കുഞ്ഞനന്ദനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. നീതി ലഭിക്കാതെ നാടിനു വേണ്ടി പ്രവർത്തിച്ചൊരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നീതിപീഠത്തിൻ്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി. പക്ഷേ ശക്തമായ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ പീഠത്തിൻ്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്ദനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി. ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ ബാധിതയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് കിട്ടിയില്ല. മോഷ്ടാവിനെക്കുറിച്ചുള്ള ഭയത്താൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കീമോ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഉഷയെ കെട്ടിയിട്ട് ചികിത്സയ്ക്കായി സൂക്ഷിച്ചിരുന്ന 16,500 രൂപ കവർന്നത്. സംഭവം നടന്ന് ഒരാഴ്ചയാകുമ്പോഴും മോഷ്ടാവിനെക്കുറിച്ച് പോലീസിന് സൂചനകൾ പോലുമില്ല. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുവെന്നും ഫിംഗർ പ്രിന്റ് ലഭിച്ചുവെന്നും പറഞ്ഞിരുന്നുവെങ്കിലും അന്വേഷണത്തിൽ അലംഭാവം തുടരുകയാണ്. രേഖാചിത്രം തയ്യാറാക്കിയുള്ള അന്വേഷണവും നടന്നിട്ടില്ല. മോഷ്ടാവിനെക്കുറിച്ചുള്ള ഭയം മൂലം ഉറങ്ങാൻ പോലും ആകുന്നില്ല എന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ ഉഷ. സാറൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുവരുന്നു വന്ന
സാറുമാരെല്ലാം എനിക്ക് ഉറപ്പ് തന്നിട്ടാണ് പോയത്. പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കും കൊച്ചിനും ചേട്ടനും അടുത്തുള്ള എന്നെ സംരക്ഷിക്കുന്ന എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഒന്ന് കിടന്നുറങ്ങാനും എല്ലാത്തിനും ഒരു ഭയങ്കര പേടിയാണ്. അവനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിൽ പേടിയൊന്നും മാറിയേനെ. അടിമാലി ഇൻസ്പെക്ടർ നടത്തിവന്ന അന്വേഷണം പിന്നീട് ഇടുക്കി ഡിവൈഎസ്പിക്ക് കൈമാറിയിരുന്നു. ഡിവൈഎസ്പി സ്ഥലം മാറിപ്പോകുന്നതും അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഈ കുടുംബത്തിനുണ്ട്. അന്വേഷണത്തിലെ മെല്ലപ്പോക്കിനെതിരെ ജനകീയ പ്രതിഷേധവും ശക്തമാണ്. 24 തൊടുപുഴ. ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയം. 9:45 മുതൽ 4:15 വരെയാണ് ക്ലാസ് സമയം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലം എന്താണ്? അല്പസമയത്തിനകം പ്രതീക്ഷ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഏറ്റവും പുതിയ വിവരം ഇതാണ്. ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വെള്ളിയാഴ്ച ഒഴികെ മറ്റു ദിവസങ്ങളിൽ അരമണിക്കൂർ അധിക പ്രവൃത്തി സമയമാണ്. 9:45 മുതൽ 4:15 വരെയാണ് ക്ലാസ് സമയം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീക്ഷ, പുതിയ സമയക്രമത്തിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും സമയക്രമം പരിഷ്കരിച്ചത്. അരമണിക്കൂറാണ് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് പുതിയ സമയക്രമത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 9:45 ക്ലാസുകൾ ആരംഭിച്ച് 4:15 ക്ലാസുകൾ തീരുന്ന രീതിയിലാണ് ഇപ്പോൾ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിൽ പറയുന്ന പ്രകാരം ആദ്യത്തെ 2 പീരീഡ് 45 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. അവസാനത്തെ 8ാം പീരീഡ് 30 മിനിറ്റ് ദൈർഘ്യം ഉള്ളതുമായി പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ സമയക്രമം ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഈ അധ്യയന വർഷം ഈ UP ക്ലാസുകളിൽ 2 ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും ഹൈസ്കൂൾ ക്ലാസുകളിൽ 6 ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിലൂടെ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ, പ്രതീക്ഷ, ഇതൊക്കെ ഈ അധ്യയന വർഷം തന്നെ, അതായത് ഉടൻ തന്നെ നടപ്പാകുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ ഇപ്പോൾ ഈ പുതിയ സമയക്രമം ഉൾപ്പെടെ? വിജയകുമാർ, തീർച്ചയായും ഈ അധ്യയന വർഷം മുതൽ ഈ സമയക്രമം പ്രാബല്യത്തിൽ വരും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ വന്നതാണ്. ഇത് ഔദ്യോഗികമായി ഉത്തരവിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴാണ് അറിയിച്ചത്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായായിരുന്നു ഇത്തരത്തിലൊരു പരിഷ്കരണം ഈ വർഷം മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇത് തീരുമാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ അധ്യയന വർഷം മുതൽ ഈ ഹൈസ്കൂൾ ക്ലാസുകളിൽ സമയമാറ്റം തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. 9:45 മുതൽ 4:15 വരെയാണ് ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇനി അധ്യയന സമയം. അത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. +1 2ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴും കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളടക്കം പട്ടികയ്ക്ക് പുറത്താണ്. നിലവിലെ കണക്കനുസരിച്ച് 3ാം അലോട്ട്മെന്റ് പൂർത്തിയായാലും 10,000-ഓളം വിദ്യാർത്ഥികൾ വലിയ പണം മുടക്കി മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയോൺ കെ ബൈജു എന്ന വിദ്യാർത്ഥിയാണിത്. നഴ്സിംഗ് പഠനമാണ് ലക്ഷ്യമെന്നതുകൊണ്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ തീരുമാനിച്ചു. മയിൽ ഉൾപ്പെടെ 5 സ്കൂളുകൾ അപേക്ഷയിൽ ചേർത്തു. 2 അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും ലിയോൺ പട്ടികയ്ക്ക് പുറത്ത്. 3ാമത്തെ അലോട്ട്മെന്റ് ലിയോണിന്റെ മുന്നിലുള്ള ഭാഗ്യപരീക്ഷണം മാത്രമാണ്. ഫുൾ A+ കൊണ്ട് ഞാൻ LSS US എല്ലാം വിന്നറാണ്. എന്നിട്ട് എവിടെയും സീറ്റ് കിട്ടിയില്ല. അത് എന്നാ കാരണം ഞാൻ അറിയണ്ടു. സീറ്റ് കിട്ടാത്തല്ല, എന്ത് കാരണം കൊണ്ടാണ് സീറ്റ് കിട്ടാത്തത്? ഇപ്പോഴുള്ള എല്ലാവരും ക്ലാസ്സിന് പോയിട്ടും വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു വിഷമം തന്നെ. വലിയ തുക നൽകി മാനേജ്മെന്റ് കോട്ട ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലിയോണിന്റെ രക്ഷിതാക്കൾ. മാനസികമായിട്ട് നമ്മൾ തകർന്ന പോലെ ഉള്ളത്. ഫുൾ A+ വാങ്ങിയിട്ടും എനിക്ക് എന്തുകൊണ്ടമ്മേ സീറ്റ് കിട്ടാതെ? പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നല്ല എന്നോട് ചോദിക്കുന്നത്. ഞാനെന്താ ഉത്തരം പറയേണ്ടത് എനിക്കറിയില്ല. ഇതൊരു വിദ്യാർത്ഥിയുടെ മാത്രം അവസ്ഥയല്ല. ജില്ലയിലെ ആകെ കണക്ക് കൂടി പരിശോധിക്കാം. ജില്ലയിൽ 37,988 പേരാണ് +1 പ്രവേശനത്തിന് അപേക്ഷ നൽകിയത്. സർക്കാർ എയ്ഡഡ് മേഖലകളിലായി കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് 28,780 സീറ്റുകൾ മാത്രം. 2ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ 20,372 പേർക്ക് +1 പ്രവേശനം ലഭിച്ചു.
ഇനിയുള്ളത് 8408 സീറ്റുകൾ. ആ സീറ്റുകളിൽ പ്രവേശനം പൂർത്തിയാക്കിയാൽ പോലും ജില്ലയിൽ 9208 വിദ്യാർത്ഥികൾ പട്ടികക്ക് പുറത്താകും. അതായത് അത്രയും വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനായി മാനേജ്മെന്റ് സീറ്റുകളെ തേടി പോകേണ്ടി വരും. 24 കണ്ണൂർ.